പി.വി. അൻവർ UDF പ്രശ്നപരിഹാരം അഴിയാ സമസ്യയായി മാറുകയാണ്. പി.വി. അൻവറിന്റെയും പ്രതിപക്ഷ വി.ഡി. സതീശന്റെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. രണ്ടുപേരും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനിയില്ല എന്ന് തന്നെയാണ് കൃത്യമായ പ്രതികരണം. ശ്രീത് വിവരങ്ങൾ വെച്ചു. ശ്രീത്ത്, ഇതുവരെയുള്ള ഡെവലപ്മെന്റ് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ചർച്ചകളുടെ സമയം കഴിഞ്ഞു, അവസാനിച്ചു. നാളെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയും മട്ടിൽ ഈ അൻവറുമായി ഏതെങ്കിലും തരത്തിലുള്ള സന്ധിക്കില്ല എന്ന പ്രഖ്യാപനം കൂടി വന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പി.വി. അൻവറോ സുഗുവോ അതോ മറ്റാരെങ്കിലുമോ നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയാറായോ ശ്രീത്? പി.വി. അൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന ഭീഷണി ഉയർത്തിയാണ് ഇന്നും മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം അദ്ദേഹത്തിന്റേതായ തനത് ശൈലിയിൽ വർദ്ധിപ്പിക്കുന്നു. ആ രാഷ്ട്രീയ സമ്മർദ്ദം ഏറ്റുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇങ്ങനെയാണോ രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കേണ്ടത് എന്ന ചോദ്യം മറുവശത്തുമുണ്ട്. ഇവിടെ പി.വി. അൻവറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും സ്വന്തമായി മത്സരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം സംശയമില്ല. കാരണം ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ഏജൻസികളും മറ്റും ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തുടരും എന്നുള്ളൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മത്സരിക്കേണ്ടി വന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അൻവറിന്റെ ക്യാമ്പിലും നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പി.വി. അൻവറോ അതോ സുഗു എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഈ നേരത്തെ നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല, പിണറായി വിജയനെ പരാജയപ്പെടുത്തുകയാണ് തന്റെ പ്രധാനപ്പെട്ട ദൌത്യം എന്ന കാര്യം പ്രഖ്യാപിച്ച നേതാവാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അൻവർ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ്. അൻവറിന് പകരം അൻവറിന്റെ പ്രതിപക്ഷന്മാർ മത്സരിച്ചാൽ അത് അത്രത്തോളം ഫലപ്രദമാകുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ തന്നെ മത്സരിക്കാനുള്ള സമ്മർദ്ദമായിരിക്കും ഉണ്ടാവുക. ഇന്ന് ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃയോഗത്തിലും ഈ മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തന്നെയാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം പുറത്തു നടത്തി. പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ട് വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം ഇന്നലത്തെ പോലെ ഇന്നും സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളുടെ തെളിവായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ശ്രീത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വാക്കുകൾ വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ പറയുന്നത്, ഒരു സ്ഥാനാർത്ഥിയെ പറ്റി പറയുന്നതൊക്കെ ഒരു പ്രത്യുൽപ്പന്ന മതിത്വമുള്ള രാഷ്ട്രീയക്കാരന് ചേർന്നതാണോ എന്ന് പി.വി. അൻവർ ആലോചിക്കട്ടെ.